ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയതായിട്ട് എൻ്റെ ചാനൽ ആരും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. രാവിലെ തന്നെ എഴുന്നേറ്റപ്പോൾ കടലക്കറി വെക്കാൻ വിചാരിച്ചു. കടല ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ, ഇന്നലെ രാത്രി. അതിൻ്റെ കൂടെ എന്താ പറയുക, ഒരു ഉരുളക്കിഴങ്ങ് ഉണ്ടായി. അത് ഉള്ളി, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി ഇടാൻ മറന്നുപോയി. അങ്ങനെ പെരുംജീരകം കിട്ടുന്നു കേട്ടോ. ഇത് തേങ്ങ അരച്ചിട്ട് വെക്കുന്നതല്ല, മല്ലിയും മുളകും മാത്രം വറുത്ത്, മഞ്ഞൾപ്പൊടി വറുക്കലില്ല. അങ്ങനെ അതും ഇട്ടിട്ട് വേറെ എന്താ ഇട്ടാല്, മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പ് ചില ആൾ വേവിക്കുന്ന സമയം ഇടില്ല, ഞാൻ ഇടലുണ്ട്. ചില ആൾക്കാർ പറയും കടലാൽ ഉപ്പിട്ടാൽ അത് വേവൂല എന്ന്, അങ്ങനെ പറയും. അപ്പം ഞാൻ ഞാനെല്ലാം അങ്ങനെ തന്നെ ഇടും, ഉപ്പ് ഇടും, എല്ലാം ഇടും. അപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല, വെന്തിട്ടു കേട്ടോ. കടല ഞാൻ ആദ്യം വേവിച്ചിട്ട് ഉള്ളി തക്കാളിയൊക്കെ വാട്ടിയിട്ട് അങ്ങനെയാണ് ഞാൻ ആക്കൽ. അതങ്ങനെ വെച്ച് അങ്ങനെ തന്നെ വെച്ച്, സമയമില്ല ഒന്നാമത്. രാവിലെ കടയിൽ പോയിട്ട് 2-3 സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായി. അപ്പോൾ വേഗം കടയിലേക്ക് പോവാം. 100 രൂപയുണ്ടായി, അതും എടുത്തിട്ട് കടയിലേക്ക് പോവാം. ഇത് നമ്മൾ സ്വന്തം അടുത്തുള്ള കാക്കാൻ്റെ കടയാണ് കേട്ടോ. കുറച്ച് അവിടെ നടക്കണം. അത് സാധനം വാങ്ങിയത് സോപ്പ് പൊടി, പേസ്റ്റ്, മുട്ട, അലക്ക് സോപ്പ്, പാത്രം കഴുകുന്ന സോപ്പ്. ഞാൻ എവിടെ പോകുമ്പോൾ ഇവൾ എന്നെ കണ്ട പിന്നെ ഒഴിവാക്കില്ല. അങ്ങനെ ഇവക്ക് 2 മിഠായി വാങ്ങണമെന്ന് പറഞ്ഞാൽ അങ്ങനെ അതും കൂടെ വാങ്ങി വന്നു കേട്ടോ. എന്താ പറയുക, നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ട് ഒരു വൈറലായ ഒരു സംഭവം ഉണ്ടല്ലോ, നൂൽ പൊറോട്ട. വെറുതെ ഒന്ന് ആക്കി നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പൂരി ആക്കിയിട്ട് കടലക്കറി ആക്കണം എന്ന് വിചാരിച്ചേ. പക്ഷേ ഇതിനധികം വലിയ സാധനമൊന്നും വേണ്ടല്ലോ. അപ്പം ഞാൻ നൂൽ പൊറോട്ട ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിൽ കുറച്ച് മൈദ, എനിക്ക് എത്രയാണോ മൈദ വേണ്ട അളവൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. ഇപ്പം എനിക്ക് ഇവിടെ നമ്മൾ ആൾ കുറവാണ്, ഞാനും 2 കുട്ടികളെ ഉണ്ടാവുള്ളൂ പകലപ്പോൾ കുറച്ച് മൈദ എടുത്തിട്ടുള്ളൂ. ചെറിയൊരു കപ്പിന് 1 കപ്പ് എടുത്ത്, 1 മുട്ട കേട്ടോ. ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത് 1 മുട്ട ഒഴിച്ച്, അങ്ങനെ അത് അരച്ചെടുത്ത്. അങ്ങനെ കടയിൽ നിന്ന് വരുമ്പോൾ അവിടെ നിന്ന് ഒരു കുപ്പി എടുത്തിട്ട് വന്നു, ജ്യൂസിൻ്റെ ചെറിയ കുപ്പിയാണ്, 10 രൂപേൻ്റെ ജ്യൂസിൻ്റെ. അതിന് മെഷീൻ്റെ സൂചി വെച്ചിട്ട് നല്ലോണം അത് ഓൾസാക്കിയിട്ട് ഈ ഒരു പരുവത്തിൽ മാവാവ് കേട്ടോ. അത് എന്നിട്ട് ഞാൻ ആദ്യം അരച്ച സമയത്ത് ഇത് വെള്ളം പോലെ ആയിപ്പോയി. കുറച്ച് പൊടി കുറേ വെള്ളം ഒഴിച്ചു പോയി എന്നോട്. അപ്പം ഇതിങ്ങനെ പരന്ന് പോകുമല്ലോ അപ്പം നമ്മൾ ഒഴിക്കുമ്പോൾ. അങ്ങനെ ഞാൻ വീണ്ടും പൊടിയിട്ട്. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ആക്കുമ്പോൾ നമുക്ക് എന്തായാലും ഒരു കെണി എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. അത് നമുക്കൊരളവ് കിട്ടൂല. ഫസ്റ്റ് ടൈമിൽ ഒരു ഫുഡ് പുതിയ ഒരു ഐറ്റം ആദ്യമായിട്ട് ഫസ്റ്റ് ടൈമിൽ ആക്കുമ്പോൾ എന്തായാലും എനിക്ക് ഒരുപാട് തവണ അങ്ങനെ പല കാര്യത്തിലും കെണി പറ്റിയിട്ടുണ്ട്. അതുപോലെ ഇതിലും പറ്റിയിട്ടുണ്ടെന്ന് പറയാം. ഇത് ഒഴിക്കുന്ന കണ്ടിട്ട് ആരും ചിരിക്കണ്ട. കാരണം എന്താ വെച്ചാൽ ഇത് പാതിയായി എനിക്ക് ചിരിച്ചിട്ട് പറയാനും പറ്റുന്നില്ല. ഇതെങ്ങനെയൊക്കെ ആയിപ്പോയി മക്കളെ. അതിങ്ങനെയുള്ള എൻ്റെ കുട്ടികൾ ചിരിക്കുക ഇത് കണ്ടിട്ട്. ഇത് കണ്ട് ഇങ്ങോട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ ഇതിങ്ങനെ മാല പോലെ വെറും മാലാന്ന്. ഇത് വന്നിട്ട് നമ്മൾ അടുത്തടുത്ത് വയ്ക്കണം. അതായത് കുറച്ച് ഗ്യാപ്പേ കൊടുക്കാൻ പാടുള്ളൂ. കുറച്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് നമ്മളിങ്ങനെ അടുത്തടുത്ത് മുട്ടി വയ്ക്കണം. എന്നാലേ ഇതൊരു നല്ല രസത്തിൽ കിട്ടുള്ളൂ. ഇത് ഞാൻ ഒഴിച്ചതിപ്പോൾ എന്താ പറ്റിയെന്നറിയോ, ഭയങ്കര ഗ്യാപ്പ് ഇങ്ങനെ കണ്ട, കുറേ ഗ്യാപ്പ്. അപ്പോൾ അതങ്ങനെ ഇത് സംഭവം ഇങ്ങനെയല്ല. ചില ആളിങ്ങനെ റൗണ്ട് ആക്കുന്നത് ഞാൻ കണ്ട്, എനിക്ക് അത്ഭുതം അവരങ്ങനെ ആക്കുന്ന കണ്ടിട്ട്. ഇതെങ്ങനെയായിരിക്കും ഇവരിത് ചെയ്യുന്നതെന്ന്. അങ്ങനെ ഒരു കുന്തം ഞാൻ എങ്ങനെയല്ലോ അത് ഞാൻ ആക്കിയിട്ട് കറി കുറച്ച് മസാലപ്പൊടി, അതായത് ബീഫ് മസാല ഉണ്ടായി. അപ്പോൾ അത് ബീഫൊന്നല്ല, എന്നാലും കുറച്ച് ടേസ്റ്റ് നിന്നോട്ടെ. അങ്ങനെ ആ ബീഫ് മസാല ഞാൻ ഇത് എണ്ണയിൽ കൂടെ വാട്ടിയിട്ടിട്ടതാണ് കറി വയ്ക്കുമ്പോൾ. ഇതാണ് സംഭവം മക്കളെ. ഇതിന് സത്യം പറയാലോ, നല്ല എന്തെങ്കിലും ഇറച്ചിക്കറി അല്ലെങ്കിൽ നല്ല മീൻ തേങ്ങ അരച്ച കറി ഉണ്ടാവില്ലേ, അത് അങ്ങനെ എന്തൊക്കെ ഇതിന് ഈ ഒരു പലഹാരത്തിന് ചേരുള്ളത് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ കുട്ടികളെ കണ്ടുപോടാൻ പൊട്ടിട്ട് എന്തെങ്കിലും